അനാവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും തൊഴിൽ മേഖലകളും നമുക്ക് ആവശ്യമായവയെല്ലാം നഷ്ടപ്പെടുത്തും. നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ വളരെ കൂടുതലാണ്. അതൊന്നും മനസ്സിൽ വെക്കുക. ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ആശയങ്ങൾ അവതരിപ്പിക്കൽ മാത്രമല്ല, അവയൊക്കെ പ്രാക്ടിക്കലാക്കാനുള്ള വഴി വെട്ടിത്തെളിക്കലാണ്. അതായത് നിശ്ചലരായിരിക്കുന്ന ജനങ്ങൾ ക്രമേണ ചലിക്കാൻ തുടങ്ങും. നമുക്ക് നിലനിൽക്കണമെങ്കിൽ എല്ലാവരും ആവശ്യമാണെന്നും എല്ലാവരുടെയും കഴിവുകൾ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നും അറിയാതെ ഞാൻ മാത്രം, അല്ലെങ്കിൽ ഞാനും എനിക്ക് പ്രിയപ്പെട്ടവരും മാത്രം ജീവിച്ചാൽ മതി എന്ന മണ്ടൻ ചിന്തയുമായി നടന്ന് പല രീതിയിൽ പലരും മനുഷ്യരാശിയെ നശിപ്പിക്കുമ്പോൾ ആരെങ്കിലും വേണ്ടേ രക്ഷിക്കും. വെള്ളപ്പൊക്കം തടയണമെങ്കിൽ വെള്ളം തടയേണ്ട രീതിയിൽ തടയണം, സംഭരിക്കേണ്ട രീതിയിൽ സംഭരിക്കണം, താഴേണ്ട രീതിയിൽ ഭൂമിയിലേക്ക് താഴാൻ അനുവദിക്കണം, ഒഴുക്കിവിടേണ്ട രീതിയിൽ ഒഴുക്കിവിടണം. ഇവിടെ ജനങ്ങൾക്ക് അവരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ക്രമേണ പരിമിതികളെ മറികടന്ന് ഗവൺമെന്റുകളുമായി ചേർന്ന് കാര്യങ്ങൾ വിജയകരമാക്കാൻ എന്ത് ചെയ്യണം? അതൊക്കെയാണ് പറയുന്നത്. വീഡിയോ പൂർണ്ണമായി കാണുക, മനസ്സിലാക്കുക. ഒരാശയം എല്ലായിടത്തും ഒരു രീതിയിൽ വിജയിക്കില്ല, പല രീതിയിൽ ചെയ്യേണ്ടി വരും. അതായത് ഒരു രീതി മറ്റൊരിടത്ത് മറ്റൊരു രീതിയിൽ മാത്രമേ വിജയിക്കൂ. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. മഴവെള്ളം ഭൂമിയിലേക്ക് താഴാൻ അനുയോജ്യമായ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് ഈ രീതിയിൽ ഭൂമി ഒരുക്കാം. പടവുകളുള്ള കുഴികൾ നിർമ്മിച്ച് വേലി കെട്ടാം. അതുപോലെ അനുയോജ്യമായ ഭാഗങ്ങളിൽ കുളങ്ങൾ നിർമ്മിക്കാം. എന്നാൽ നമ്മൾ മനുഷ്യരെ വീഴ്ത്തുന്ന വാരിക്കുഴികൾ നിർമ്മിച്ച് മഴക്കുഴി എന്ന പേര് വിളിച്ച് പണി വാങ്ങുകയാണ് കൂടുതലും ചെയ്യുന്നത്. ഇതൊരു പക്ഷേ പലരുടെയും ഗതികേടായിരിക്കും. അതുപോലെ നമ്മൾ ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി ഉപയോഗിക്കുന്നത് വെള്ളം അലിച്ചിറങ്ങുന്ന രീതിയിലുള്ള കുഴികളാണ്. വെള്ളം കൂടുതൽ ഉയരുന്ന ഭാഗങ്ങളിൽ ഇവ ഫലപ്രദമാകില്ല. അപ്പോൾ ഇതിന് പകരം വീടുകളിലും റോഡിന്റെ സൈഡുകളിലും ഉയർന്ന പ്രദേശങ്ങളിലും മഴവെള്ളത്തെ വേഗത്തിൽ ഒഴുക്കി മാറ്റാനും ശരിയായ രീതിയിൽ സംഭരിക്കാനും സാവകാശം വറ്റിക്കാനുമൊക്കെ സഹായിക്കുന്നതുമായ മാർഗമാണ് ഇവിടെ ആദ്യം പറയുന്നത്. മഴവെള്ളം ഈ കുഴിയിലേക്ക് ഒഴുകിയെത്തുന്ന വിധത്തിൽ ഇവ നിർമ്മിക്കുക. വെള്ളം ഒഴുകി വരുന്ന വഴികളിൽ തടയണകൾ നിർമ്മിച്ചാൽ മാലിന്യങ്ങളെ കുറച്ചൊക്കെ അവിടെ തന്നെ തടയാം. മഴവെള്ളം ഈ ചെറിയ വിടവുകളിലൂടെ പ്രവേശിക്കുമ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നവ ഒഴികെയുള്ള മാലിന്യങ്ങൾ ഒഴിവാകും. ആ രീതിയിലാണ് ഇവ നിർമ്മിക്കേണ്ടത്. ഇവ ഉയരത്തിലും എല്ലാ വശത്തും നിർമ്മിക്കുന്നത് കൊണ്ട് ചില ഭാഗങ്ങൾ അടഞ്ഞാലും മറ്റ് ഭാഗങ്ങളിലൂടെ വെള്ളം പ്രവേശിക്കും. വെള്ളം ഉയർന്നാൽ കൂടുതൽ വെള്ളം അകത്തേക്ക് ഒഴുകും. വെള്ളം ഒഴുകുമ്പോൾ തുറക്കുകയും താനെ അടയുകയും ചെയ്യുന്ന ഡോർ ആവശ്യമാണെങ്കിൽ ഇവിടെ ഫിറ്റ് ചെയ്യാം. വെള്ളം സംഭരിക്കുന്ന രീതിയിൽ നിർമ്മിച്ചാൽ ടാങ്ക് നിറയുമ്പോൾ വെള്ളം പൈപ്പ് വഴി ആവശ്യമായ ഭാഗങ്ങളിലേക്ക് എത്തിച്ച് ഫിൽട്ടർ ചെയ്യുന്ന രീതിയിലോ അല്ലാതെയോ സംഭരിക്കാം. അധികമുള്ളവ പരമാവധി ദോഷം ചെയ്യാത്ത സ്ഥലങ്ങളിൽ കുഴികൾ നിർമ്മിച്ച് വറ്റിക്കാം. ടാങ്ക് ആവശ്യമായ സമയങ്ങളിൽ വൃത്തിയാക്കേണ്ടി വരും. അതുപോലെ ഇതിൽ സംഭരിക്കുന്ന വെള്ളം പമ്പ് ചെയ്തോ കോരിയെടുത്തോ ഉപയോഗിക്കാൻ കഴിയണം. സ്ഥലവും പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഇവയൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്ന രീതിയിൽ വേണം മൂടികൾ നിർമ്മിക്കേണ്ടത്. ടാങ്കിലെ വെള്ളം മഴ കൂടുതലുള്ളപ്പോൾ വറ്റിച്ച് കൂടുതൽ വെള്ളം ശേഖരിച്ച് വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ അടിയിലൊരു ചെറിയ കുഴിയുണ്ടാക്കി അടയ്ക്കാനും തുറക്കാനും സംവിധാനമൊരുക്കി ഈ രീതിയിലും ഉപയോഗപ്പെടുത്താം. ഇവ ചിലവ് കുറഞ്ഞ രീതിയിൽ ആവശ്യാനുസരണം എങ്ങനെ നിർമ്മിക്കാമെന്ന് പിന്നീട് വിശദീകരിക്കാം. റോഡിന്റെ സൈഡുകളിലും ഓടകളിലും മതിലുള്ള ഭാഗങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു മാതൃകയാണിത്. റോഡുകളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ ഈ മാതൃക പ്രയോജനപ്പെടുത്താം. അതായത് റോഡിന്റെ മധ്യഭാഗം നീളത്തിൽ കുഴിച്ച് താഴ്ത്തി റോഡ് പണിയുക. ഇരുവശവും ഉയരത്തിൽ റോഡുകൾ പണിയാം. കൂടുതലായി ഒഴുകി വരുന്ന വെള്ളത്തെ ഇവിടെ എത്തിച്ച് സംഭരിക്കാനോ വറ്റിക്കാനോ പൈപ്പ് വഴി ദൂരെയുള്ള കുഴികളിൽ എത്തിച്ച് വെള്ളം ഉയരുമ്പോൾ പമ്പ് ചെയ്ത് ഒഴുക്കിവിടാനുമുള്ള സംവിധാനങ്ങളും ഒരുക്കാം. ഒരു വലിയ മോട്ടോർ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചാൽ മെക്കാനിക്കലായിട്ട്
അടുത്തുള്ള വലിയ പമ്പുകളെ പ്രവർത്തിപ്പിക്കാം. വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ദൂരെയുള്ള പമ്പുകളെയും പ്രവർത്തിപ്പിക്കാം. ഇവ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തിയാലോ? പണി മനസ്സിലായ? ഉയർന്ന ഭാഗങ്ങളിൽ വെള്ളം സുരക്ഷിതമായി സംഭരിച്ചും വറ്റിച്ചും നിയന്ത്രിക്കുമ്പോൾ താഴേക്കുള്ള ഒഴുക്ക് കുറയും. താഴെയുള്ള ഭാഗത്ത് വെള്ളം സംഭരിക്കുകയും വറ്റിക്കുകയും ഉയരുന്നതിനനുസരിച്ച് ഒഴുക്കി മാറ്റുകയും ചെയ്താൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാം. ഈ പറഞ്ഞത് മാത്രമല്ല പണി, ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത ഭാഗത്തിൽ. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതവും സംരക്ഷിക്കുകയും കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന വൻ പദ്ധതികളിലേക്കാണ് ഞങ്ങളുടെ സഞ്ചാരം. അതുകൊണ്ട് ഒപ്പം ചേരുക, കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ കാണാം.